നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് യോഗം മലപ്പുറത്തെ ലീഗ് ഹൗസിൽ ചേരുകയാണ്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അൻവർ വിഷയം അടഞ്ഞ അധ്യായമൊന്നും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് UDF വിജയിക്കാനുള്ള സ്ട്രാറ്റജി എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ അവിടെ LDF UDF മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിന് വിജയിപ്പിക്കാനുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഭാരവാഹികൾ, ചുമതലയുള്ളവർ, MLA എല്ലാവരുടെ യോഗം ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ്. വേറെ ഒരു അജണ്ടയില്ല. ഞങ്ങൾക്ക് ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. PV അൻവർ വിഷയത്തിൽ UDF ആണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തി. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഇന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞുള്ളൂ, അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. അത് എങ്ങനെയായിരുന്നാലും തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിൻ്റെ മാർഗങ്ങളും രീതികളുമാണ് യോഗം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലീഗ് ദൗത്യം അവസാനിപ്പിച്ചു. അല്ല, അങ്ങനെ UDFൻ്റെ ദൗത്യത്തിൻ്റെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന് പ്രത്യേകമായൊരു ദൗത്യമില്ല. സമീർ ബിൻ കരീമാണ് ആ വാർത്തയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ. സമീർ, ഈ പറഞ്ഞ അൻവർ ഒരു ഫാക്ടറല്ല, അൻവർ അപ്രസക്തനായി എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ ചർച്ചയാവുന്ന അൻവറാണ്. ഈ ദിവസങ്ങളിലൊക്കെ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് പൂർണ്ണസമയം ലൈവ്. ഈ സമയങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളുടെ പ്രധാന സ്പേസ് കവരുന്നത് അൻവർ തന്നെയാണ്. മാത്രമല്ല 9 വർഷം ഒരു സ്ഥലത്തെ MLA ആയിരുന്ന ആൾക്ക് ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിലെ വാക്പോരുകൾക്കൊക്കെ അപ്പുറം ഗ്രൗണ്ടിൽ യാതൊരു സ്വാധീനവും ഇല്ല എന്ന് ചിന്തിക്കാനും മാത്രം മൗഢ്യമുള്ള പാർട്ടിയല്ലല്ലോ മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്. അപ്പോൾ സമീർ, ഇപ്പോൾ ചേരുന്ന യോഗത്തിൽ അൻവർ ചർച്ചയാവുന്നതേ ഇല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി വെറുതെ പറയുന്നതല്ലേ? ഹാഷ്മി, അത് സ്വാഭാവികമായുള്ള പ്രതികരണമാണ്. സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ വളരെ വിശദമായി തന്നെ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. മാത്രമല്ല നിലമ്പൂരിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല നിലമ്പൂരിൽ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതല നൽകാനുള്ള MLA മാർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. അൻവർ വിഷയം കൃത്യമായി തന്നെ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. കാരണം തുടക്കം മുതൽ PV അൻവറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും മധ്യസ്ഥം വഹിക്കുകയും അടക്കം ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് കൃത്യമായി അൻവറിനെ UDFിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹവും താല്പര്യമുണ്ട്. അത് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടല്ല, മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുള്ള ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ലീഗുമായി ബന്ധപ്പെട്ട് മുൻകൈ എടുക്കുകയും ചെയ്തത്. എന്നാൽ ഒരു വിധത്തിലും അത് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് UDFിനൊപ്പം എന്നുള്ള നിലപാടിൻ്റെ ഭാഗമായി ആ ദൗത്യം അല്ലെങ്കിൽ ചർച്ച അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. വളരെ കൃത്യമായി കോൺഗ്രസിനോട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ശേഷമാണ് മുസ്ലിം ലീഗ് ദൗത്യം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായി ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് ഇല്ല എന്നുള്ളതാണ് PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് PV അൻവർ വിഷയം ക്ലോസ്ഡ് എന്നാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് PMA സലാം പറഞ്ഞത് വിഷയത്തിൽ UDFിന് മാത്രമുള്ള ഒരു നിലപാടാണ് ഇനിയുള്ളത്. മുസ്ലിം ലീഗിൻ്റെ നിലപാടോ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. PV അബ്ദുൽ വഹാബ് ആണെങ്കിലും PV അൻവറിന് നിലമ്പൂരിൽ വോട്ടില്ലല്ലോ, അൻവറിന് വോട്ടുള്ളത് ഇടവണ്ണയിലല്ലേ എന്നുള്ള ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ട് PV അബ്ദുൽ വഹാബ് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതും വളരെ വിശദമായി തന്നെ മുസ്ലിം ലീഗ് വിഷയം ചർച്ച ചെയ്യും. തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ PV അൻവറിൻ്റെ സ്വാധീനം UDFിനെ ബാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഏത് രീതിയിൽ അതിനെ മറികടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ PV അൻവർ മത്സരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെയും ചർച്ച. ഓർത്തു നോക്കൂ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപും അതിനുശേഷവും ഈ ദിവസങ്ങൾ അത്രയും സ്വരാജ്യ സ്ഥാനാർത്ഥികൾ വന്നപ്പോഴൊക്കെയും നിലമ്പൂർ എന്ന് പറയുന്ന ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യാനുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങളും അല്ലാത്ത വിഷയങ്ങളും, അവിടുത്തെ വികസന പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ ഈ പറഞ്ഞ അവിടുത്തെ മലയോര മേഖലയിൽ ജനത ദൈനംദിന ജീവിതത്തിന് ഈ പറയുന്ന വന്യജീവികളുമായി ഏറ്റുമുട്ടി ജീവിക്കേണ്ടി വരുന്ന ഗതികളുള്ള മനുഷ്യരാണ്. ഒരുപാട് ജീവൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒന്നും ചർച്ചയാവുന്നില്ലെന്ന് മാത്രമല്ല, ഈ ദിവസങ്ങളിലൊക്കെ അൻവർ എന്നൊരു വ്യക്തിയെ ചുറ്റിപ്പറ്റി മാത്രമാണ് ചർച്ച. അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും മറ്റു വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പ്രതീക്ഷിക്കാം.